ചേട്ടാ പടം ഉണ്ടായിരുന്നു ഒരു ത്രില്ലർ മൂവിയാണ്. മീനാക്ഷിയുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? വളരെ പടം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ മേഡം എങ്ങനെയുണ്ട് അഭിനയം? ഒരു ത്രില്ലർ മൂവിയാണ്. മീനാക്ഷിയുടെ അഭിനയം യൂണിവേഴ്സ് പണമെടുത്തവർ വണ്ടി എത്രയും പെട്ടെന്ന് മാറ്റണമാണ്. യൂണിവേഴ്സിന്റെ വണ്ടി എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കണം. പടം എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ? മേഡം പടം എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? പടം എങ്ങനെയുണ്ട്? സിനിമ നല്ലതാണ്. കുടുംബമായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ്. വളരെ നല്ല സിനിമ. സൂപ്പറാണ്, സൂപ്പറായിട്ട് സൂപ്പർ പടമാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായം. നിങ്ങൾക്ക് നല്ല അഭിപ്രായം കണ്ടിട്ട് സിനിമ ഓക്കെ. നല്ല പടം. നമുക്ക് നായകനാണെന്നൊന്നും പറയില്ല. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു മേഡം? നന്നായിരുന്നു. മീനാക്ഷിയുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. കുറേയധികം കലാകാരന്മാരും അദ്ദേഹം ഗോവിദാസ് സാറിൻ്റെ ഓക്കെ. നമ്മുടെ ഹീറോ ശരത് കുമാർ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള എല്ലാം ഉണ്ടാവില്ല. ഏതൊരു ഓഡിയൻസും ഇഷ്ടപ്പെടുന്ന നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ കഴിയാൻ മനസ്സിലായി. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സിനിമ ഇമോഷണലാണ്. വലിയ അധ്വാനം, കുറേയധികം കലാകാരന്മാരുടെ അധ്വാനം. മലയാളി കുറേ കാലങ്ങളായിട്ട് കൊടുക്കാത്തൊരു തോന്നലാണ്. ഇമോഷണൽ പ്രത്യേകിച്ച് മലയാളത്തിലേക്ക് സാറിൻ്റെ വലിയ ശിക്ഷ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും നായകനെങ്കിലും പുതുമുഖ നായകനാണെന്ന് തോന്നുന്നു. മലയാളത്തിലേക്ക് പുതിയ നായകനെ കൂടി കിട്ടി. അത് പുതുമുഖ നായകനാണെന്ന് തോന്നില്ല. അതേപോലെ നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹമാണ് നമ്മുടെ അതിനൊരു പാട്ട് പാടിയത്. അതുപോലെ തോമസ് കടയ്ക്കൽ നമ്മുടെ മീനാക്ഷി
അപ്പോൾ എല്ലാവരും നമ്മുടെ രംഗനാഥൻ്റെ നായകൻ ആദേശ് ബാല വന്നിട്ടുണ്ട്. சூப்பர் பிக்சர் ஒரு நல்ல ஒரு த்ரில்லிங் பிக்சர் ரொம்ப நல்லா பண்ணியிருக்கு. அதுவும் வந்து ரொம்ப மெச்சூர்ட் ரோல் நல்லா பண்ணியிருக்காங்க. 3 டைப் ஆஃப் கேரக்டர்ஸ் பண்ணியிருக்கு. ஸோ வி ஷால் നമ്മുടെ ഫിലിമിൻ്റെ ഡയറക്ടർ ആൻസൺ ആന്റണി നമ്മുടെ പ്രിയപ്പെട്ട ലൂയിസ് സാറിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥയിലെ ആദ്യത്തെ സംവിധാനം ചെയ്ത ആൻസൺ ആന്റണി. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കണ്ട് പ്രോത്സാഹിപ്പിക്കണം. ആദ്യത്തെ ഞങ്ങളുടെ എനിക്കറിയില്ല കോ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള സലോമി ചേച്ചി, ജോണി ചേച്ചി. കാരണം ഞങ്ങളൊരു കൂട്ടായിട്ടുള്ളൊരു ഐക്യത്തിലാണ് സിനിമ ഉണ്ടായത്. ജോണി ചേട്ടൻ, അതുപോലെ സലോമി ചേച്ചി. ഞങ്ങളുടെ മൂവി എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ആഗ്രഹം. കണ്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മെസ്സേജ് ഉണ്ട് ഈ മൂവിക്ക്. അതാണ് എല്ലാവരും കാണാൻ. നല്ലൊരു എൻ്റർടൈനറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കേരളത്തിലെ ഏകദേശം ഒരു 64ഓളം 70 താഴെയുള്ള തിയേറ്ററുകളിൽ ഇറങ്ങുന്നത് ഇന്ന്. ഈ ഫസ്റ്റ് മൂവി തന്നെ നല്ല റെസ്പോൺസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നന്നായിട്ട് ഞങ്ങൾ ഒന്നും പ്രത്യേകമായിട്ട് എഴുതാൻ ഞങ്ങൾ പറയില്ല. നിങ്ങളുടെ കണ്ട അഭിപ്രായങ്ങൾ പറയണം. സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് പറയണം. അത് മതി. തീർച്ചയായിട്ടും മലയാളത്തിലെ നല്ലൊരു സിനിമ കയറി പറയാനായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഒരുപാട് പേര് സ്വപ്നമാണ് ഈ ഒരുപാട് സന്തോഷം. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇതൊരു നല്ല യാത്രയാണ്. എന്തായാലും ജൂനിയേഴ്സ് ജേർണി സക്സസ് ആവുന്ന എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമാണ്. എല്ലാ ക്യാരക്ടർക്കും നല്ല പേരുകളായിരുന്നു. സത്യം പറഞ്ഞാൽ ആദ്യം എൻ്റെ ശബ്ദമാണ് സ്റ്റേജിൽ വന്നത്. ഞാൻ വരുന്നതിന് മുമ്പായിട്ട് ആക്ടർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതെ ഒരു ആക്ടർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡബ്ല്യു മാക്സിനും എനിക്ക് എല്ലാം ആ ഒരു സ്വപ്നത്തിൻ്റെ വലിയൊരു സന്തോഷത്തിലാണ്. ഒരുപാട് പേര് അനുഗ്രഹവും ഒരു വലിയ സപ്പോർട്ടാണ് പറയുന്നത്. പക്ഷേ മ്യൂസിക് പ്രൊഡക്ഷൻ വിമലേട്ടനാണ് സുനിലേട്ടനെ പഠിച്ചിരിക്കുന്നത്. അതിന് ഡാൻസിങ് ചേട്ടൻ നല്ല കുറച്ച് നല്ല സിനിമയ്ക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം. തുടക്കം മുതൽ അവസാനം വരെ ഒരു സസ്പെൻസ് നിലനിർത്തുന്ന ഒരു ഫിലിമാണ്. വളരെ അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ ഇതിൻ്റെ നായകൻ പുതുമുഖ നായകനാണെന്ന് നമുക്ക് തോന്നില്ല. നല്ല രീതിയിൽ ഞാനിതിലൊരു പാട്ട് പാടിയിട്ടുണ്ട്, ഡോക്ടർ ഗഫൂർ. ജൂനിയേഴ്സ് പടം കണ്ടായിരുന്നു. അടിപൊളി പടം. വിജയരാഘവനുണ്ട് ചെങ്കോൽ സിനിമയിലെ. അടിപൊളി ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. പിന്നെ നല്ല ത്രില്ലർ മൂവിയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് വന്ന റൊമാൻസ് സീനാണ്. ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് വന്നിട്ട് നല്ല സ്റ്റണ്ടിങ്ങും കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് അടിപൊളി, ലാഗൊന്നുമില്ല. നല്ല അടിപൊളി പടം. നമ്മുടെ ആൻസൺ ആന്റണി സംവിധാനം ചെയ്ത നല്ല നവാഗത സംവിധായകനാണ്. എന്നെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട്